എന്തുകൊണ്ട് ഇസ്ലാം? പരിശുദ്ധ ഖുർആനിൽ 25ഓളം ഭാഗത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം അഥവാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇസ്ലാമിൽ നിന്നും ഒരു മൗലവി അച്ഛനായി മാറിയിരിക്കുന്നു. അത് ക്രൈസ്തവ സമൂഹം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ പരിശുദ്ധ ഖുർആനിൽ 25 സ്ഥലത്ത് യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നു എന്നാണ്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് 4 ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം രണ്ടുകൂടെ തുലനം ചെയ്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം തൂക്കി നോക്കിയപ്പോൾ 1 സ്ഥലത്ത് 25 4 കണ്ടിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു, ഏതായാലും യേശു ക്രിസ്തു സാധാരണ ഒരു പ്രവാചകനല്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ ഈ ആയത്തുകൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ ആയത്തുകളിലുടനീളം കാണുന്നത്, ഞാൻ ഉദാഹരണമായിട്ട് ഓതുന്ന ആയത്ത് സൂറത്ത് മായിദ, അതിൽ കാണാം ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം, നിശ്ചയമായും അല്ലാഹു തന്നെയാണ് മിശിഹ എന്ന് പറഞ്ഞവർ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ധാരാളം ആയത്തുകൾ ഈസാ അലൈഹി ഇസ്ലാമിന്റെ യേശു ക്രിസ്തുവിന്റെ മഹത്വം എണ്ണി പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്തുകളിൽ യേശു ക്രിസ്തു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കണമെന്നോ പറയുന്ന ഒരു വാക്യം പോലും പരിശുദ്ധ ഖുർആൻ ഇല്ലെന്ന് മാത്രമല്ല, ഇത് തെറ്റാണ് എന്ന് പറയാനാണ് പരിശുദ്ധ ഖുർആൻ എടുത്ത് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വാക്യം വായിച്ചിട്ട് ഈ വാക്യത്തിലെ പേര് മാത്രം എണ്ണി യേശു എന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം യേശു ക്രിസ്തുവിന് മഹത്വം കൂടെ ആ ആയത്തൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആയത്തുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഈ കാര്യം, ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോഴും യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം വിശദീകരിച്ച 4 പുസ്തകങ്ങൾ, ഒരു ബയോഗ്രഫി, 4 ബയോഗ്രഫി ഉണ്ട് ബൈബിളിൽ. ആ ഭാഗം വായിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈസാ അലൈഹി സ്വലാം നമ്മുടെ സെയ്ദ് പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തു കരയുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു, കവിണ് വീണ് പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു. ഈസാ അലൈഹി സ്വലാം ഒരു സ്ഥലത്ത് പോലും താൻ ദൈവമാണെന്നോ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള എൻ്റെ ആത്മാർത്ഥതയുടെ പേരിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ചതിൽ നിന്നും ഒട്ടും സ്യൂട്ടല്ല ക്രിസ്തു മതത്തിന്റെ ഡോഗ്മാസ്, അവരുടെ തത്വങ്ങൾ. എന്നാൽ ഞാൻ എന്താണോ പഠിച്ചു മനസ്സിലാക്കിയത് അത് തന്നെ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിലും ഇസ്ലാമിന്റെ അധ്യാപനത്തിലും കാണുന്നു. പരിശുദ്ധ ഖുർആനും ഈ കാര്യം പറയുന്നുണ്ട്. നല്ലവരായ ആളുകളുടെ മുമ്പിൽ, അഹ്ലുൽ കിതാബിന്റെ മുൻ വേദക്കാരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ അവരുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ വരികയും അവർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ ഞാൻ ഏരിഫൂന കമാ ഏരിഫൂന അബ്നാഉക്കും, അവർ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളോടും ചോദിച്ചാൽ സെയ്ദ് പറഞ്ഞതുപോലെ അവർക്കെല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്, അതായത് ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് എത്തിച്ചത് ബൈബിളിനുള്ളിലെ യേശു തന്നെയാണ്. ആ യേശുവിനെ തന്നെയാണ് പരിശുദ്ധ ഖുർആനും എന്ത് ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനെ നോക്കുന്ന ഈസാ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിന് ശേഷം വിശ്വാസ വൈകല്യം കടന്നു വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആന്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഒരു പരിഹാരമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ലോകം മുഴുവൻ തടഞ്ഞു വെച്ചാലും, മാതാപിതാക്കൾ തടഞ്ഞു വെച്ചാലും, അങ്ങനെ എല്ലാവരും, ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ദൈവമാണ് വലുത്, നിങ്ങളെക്കാട്ടി വലുത് ദൈവമാണ്, വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പഠിപ്പിച്ച ഞാൻ അവരോട് തന്നെ ചോദിച്ചു, എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും എൻ്റെ ചർച്ചകൾ, ഞാൻ ഒരു സ്ഥലത്തും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും ഞാൻ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എൻ്റെ പഠന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ കൂടെയുണ്ട്, മാതാവ് പ്രത്യേകിച്ചുണ്ട്. വീട്ടിൽ ചർച്ചകൾ നടക്കുമ്പോൾ ബഹുമാനനായ എം എം അക്ബർ സാഹിബിന്റെ ഒക്കെ വീഡിയോസും അതേപോലെ ജാക്കിർ നായിക്കിന്റെ ഒക്കെ വീഡിയോസും ഒക്കെ ഇത് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ സഹോദരിയുണ്ട്, എൻ്റെ മാതാവുണ്ട്, എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും അൽഹംദുലില്ലാഹ് അദ്ദേഹം എന്നെക്കാട്ടി ഒരാഴ്ച മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ സൗദിയിൽ ജോലി ചെയ്യുന്നു. ഒരു 15 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്നൊന്നും ഇതേപോലൊരു ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാവിലെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് പറയുമെന്നുള്ള കാര്യം വീട്ടിൽ ഉറപ്പാണ്.
കാരണം അത്രയ്ക്ക് ആ വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരുന്നു വീട്ടിൽ. അതിനു മുമ്പ് അത് ചർച്ച ചെയ്തു. ധാരാളം പാസ്റ്റർമാർ വന്നു, അച്ഛന്മാർ വന്നു, കന്യാസ്ത്രീമാർ വന്നു. അങ്ങനെയൊക്കെ ചർച്ച കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ട് ചേർന്നാണ് മഠം, വീടിന്റെ ചേർന്ന്. അതുകൊണ്ട് അച്ഛന്മാർ വന്നിരുന്നു, കന്യാസ്ത്രീമാർ വന്നിരുന്നു, പാസ്റ്റർമാർ. ഇത് ചർച്ചയെല്ലാം കഴിഞ്ഞ് അവരുടെ ബോധ്യം എന്താണ് എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യം എനിക്ക് വളരെ തെളിവ് സഹിതം എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവാം. അമ്മ എന്നോട് പറഞ്ഞു, സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പാടില്ല. ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല. ഞാൻ ഇസ്ലാം സ്വീകരിക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരു വിശ്വാസവചനം ചൊല്ലുമ്പോൾ ഒരാൾ എന്തായി, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല എന്നും പ്രവാചകൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ മുസ്ലിമായി. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ മുസ്ലിമായി. അമ്മ പറഞ്ഞു, വെളിയിൽ ആരോടും പറയരുത്. അങ്ങനെ വീട്ടിൽ തന്നെ വീട്ടുകാരോടൊപ്പം തന്നെ ഞാൻ രഹസ്യമായി എൻ്റെ പഠനകാലത്ത് മുസ്ലിമായിട്ട് തന്നെ വീട്ടിൽ ജീവിച്ചു. നിങ്ങളുടെ കുടുംബവുമായുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ശരിക്കും ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു അജ്ഞത സമൂഹത്തിനുള്ളതിന്റെ പേരിലാണ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ച് ഞാൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മയോടുള്ള സ്നേഹം എനിക്ക് കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് പണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ചില കടമകൾ ചെയ്യുന്നത് എൻ്റെ ഒരു മനസാക്ഷിയുടെ പേരിലാണ് എങ്കിൽ ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ളത് വ്യക്തമായ നിർദ്ദേശങ്ങളാണ്. ഒരു ഉമ്മാനോട് എങ്ങനെ ഇടപെടണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്താ പറയുന്നത്, നമുക്കൊരു ഇഷ്ടക്കേടിൻ്റെ ഒരു വാക്കുപോലും ഒരു ആംഗ്യം പോലും കാണിക്കാൻ പറ്റാത്ത ഒരു കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എനിക്ക് ഇന്ന് എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം അതിനുശേഷവും വീട്ടുകാരുമായിട്ട് നല്ല നിലയിൽ തന്നെ പോകുന്നു. സമൂഹത്തിൻ്റെതായ ധാരാളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്നും ഇപ്പോഴും സമൂഹം ഇടപെട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണ്. ഞാൻ വീട്ടിൽ പോകാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അവിടെ സ്റ്റേ ചെയ്യാറുണ്ട്, അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല ഡെയിലി ഞങ്ങൾ ഫോൺ വിളിക്കാറുണ്ട്. താങ്കൾ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണല്ലോ. അത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രബോധനം ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. ഈ കാര്യം അറിയാത്ത ചില ആളുകൾ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും അവർക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ധാരണ അവരെ വഴിതെറ്റിക്കാൻ നോക്കുന്നതാണ്. ചില സമയത്ത് എന്നെ ചില ക്രൈസ്തവ സുഹൃത്തുക്കൾ ഫോൺ വിളിക്കും. ഞാൻ ഫോൺ എടുക്കുമ്പോൾ എന്നെ വിളിക്കുക പിശാചെന്നായിരിക്കും. അതും ഞാൻ അതേ ചിരിയോടുകൂടി തന്നെയാണ് ഞാൻ അതിന് മറുപടി പറയാം. കാരണം അവർ സ്വാഭാവികമായിട്ടും അവരുടെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇത്തരം അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്തിനാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഭൗതികപരമായ വലിയ നേട്ടം നിങ്ങൾക്കുണ്ടോ? ഭൗതികമായ നേട്ടം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ നേട്ടം, ഞാൻ ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞതോടുകൂടി മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്നൊന്നും കിട്ടുകയില്ല. അതാണ് ഒന്നാമത്തെ കിട്ടിയത്. ആ നേട്ടം ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. രണ്ടാമത്, ഞാൻ എൻ്റെ കോഴ്സ് തീരുന്ന സമയത്ത്, എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഞാൻ BSc MLT എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തത്. 4 ഇയർ കോഴ്സായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് എൻ്റെ എക്സാം എടുക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. എല്ലാം നല്ല രസകരമായി, എൻ്റെ ഫാമിലി കംപ്ലീറ്റ് അവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ രസകരമായി എല്ലാം കൂടിയതിന് ശേഷം എൻ്റെ വിസയുടെ കാലാവധി അവസാനിക്കാറായ സമയത്ത് എൻ്റെ ഫാദർ എന്നെ റൂമിലേക്ക് കയറ്റി. മദറും ഉണ്ടായിരുന്നു. ഫാദർ ഒരു റെസിഗ്നേഷൻ പേപ്പർ എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ജോലി ഇവിടെ കണ്ടുവെക്കാൻ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. കാരണം നീ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിനക്കിവിടെ ഒരു ജോലി ആക്കി തരാൻ വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ റിസൈൻ ചെയ്യാൻ വേണ്ടി റെസിഗ്നേഷൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അന്ന് ഫാദർ എന്നോട് ഇത് പറയുമ്പോൾ എനിക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ എല്ലാവരെയും ഗൾഫിലേക്ക് കൊണ്ടുപോയതും അവരുടെ ഭാര്യമാർക്കുള്ള ഉൾപ്പെടെ ജോലിയാക്കി കൊടുത്തതും എൻ്റെ ഫാദർ തന്നെയാണ്. ഏറ്റവും അവസാനം എൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കടുംപിടുത്തം ഒരിക്കലും എൻ്റെ ഫാദറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഫാദർ അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഫാദറിനോട് പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു, എൻ്റെ വിശ്വാസം, പപ്പായ്ക്ക് എന്തും വിശ്വസിക്കാം, പപ്പായുടെ വിശ്വാസം അനുസരിച്ച് പപ്പായ്ക്ക് പോവാം. എൻ്റെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഗൾഫിലേക്ക് വരാം എന്ന ഒരു നേട്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ വിശ്വാസം തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്ന നിമിഷം ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ എനിക്ക് ഗൾഫും കിട്ടൂല, എനിക്ക് പരലോകവും മോശമായി. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒപ്പിട്ട് തരാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് വിശ്വാസം മാറ്റി വെക്കുക എന്ന് പറയുന്നത് തികച്ചും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാദറിനോട് പറഞ്ഞു, ഒന്നും ചിന്തിക്കേണ്ടതില്ല. യേശുക്രിസ്തു അല്ല എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഗൾഫാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരും, ഞാൻ ഈ നാടുകളിൽ വരും. ഇനി അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഫാദർ റിസൈൻ ചെയ്യാം. അപ്പോൾ തന്നെ ഫാദർ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ റിസൈൻ ചെയ്തു. ഒരു ദിവസം എനിക്ക് സമയം തന്നു, പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചു. ഞാൻ ഇത് തന്നെ പറഞ്ഞു, റിസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വിടണം. നാട്ടിൽ പോന്നു. അതിനുശേഷം വന്നിട്ടും ഇതുവരെ വളരെ സന്തോഷകരമായിട്ട് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ അവിടെ പോകുന്നു, ഇവിടെയെല്ലാം പോകുന്നു. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം 100% അവർ ക്രൈസ്തവ വിശ്വാസികളാണ്. ക്രൈസ്തവ മതം പ്രബോധനം ചെയ്യണമെന്നും അത് വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അതിനെ എതിര് പ്രവർത്തിക്കുന്നു എന്നതോടൊപ്പം തന്നെ അവർക്ക് എന്നെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. എനിക്ക് അവരെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. അവരുടെ ബോധ്യം അതാണ്. ആ അവകാശം, അവരുടെ ആ റൈറ്റിനെ ഞാനും അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. എൻ്റെ റൈറ്റിനെ അവരും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു കുടുംബജീവിതം നയിക്കുന്നു. താങ്കൾ ഇതുപോലെ, അതായത് താങ്കൾ വിവാഹം കഴിച്ചതും ഇതുപോലെ ക്രൈസ്തവ മതത്തിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെയാണല്ലോ. എന്തായിരുന്നു ആ സാഹചര്യം? എന്തായിരുന്നു? ഇതുപോലെ തന്നെ ഞാൻ ഇസ്ലാം പ്രബോധനം ചെയ്യുക, എൻ്റെ കോളേജ് ലൈഫ് ഞാൻ സെയ്ത് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ച സമയം പോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ആളുകളോട് പറയാം. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ ഈ നമ്മുടെ വിശദീകരണത്തിലൂടെ നമ്മൾ പറയുമ്പോഴും ഒരാൾക്ക് വേണമെങ്കിൽ പറയാം നീ പറയുന്നത് തെറ്റാണ്, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ട് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവർ പഴയ ലൈഫിൽ ജീവിക്കാറുണ്ട്. ചില ആളുകൾ വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ തന്നെ വരാറുമുണ്ട്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിനെ പഠിക്കാനും അതിലേക്ക് വരുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതിൽ ഒരാളാണ് ഞാൻ വിവാഹം കഴിച്ച കുട്ടി.